ഇവിടെ നജീബ് കാന്തപുരൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം മഹാനായ തങ്ങളുടെ ഇടപെടലുകളായിരുന്നു എന്ന കാര്യം നമ്മളൊരു ചരിത്രപരമായ വിലയിരുത്തലുകൾക്ക് വിധേയമാക്കുമ്പോൾ വളരെ സുനിശ്ചിതമായി അറിയുന്ന കാര്യമാണ്. ഒരുപക്ഷെ തങ്ങളെക്കാളും പ്രഗത്ഭരായ വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെയും ദീർഘദർശനത്തിന്റെയും വലിയ ഫലമാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് അവരുടെ മുന്നേറ്റങ്ങളിലെല്ലാം അനുഭവിച്ചു പോകുന്നത്. ഏകദേശം 19-ാം നൂറ്റാണ്ട് അവസാനിച്ചു തീരുന്ന 20-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാവരും കാണുന്ന ഒരു കേരളത്തിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വളരെ ദയനീയമായ ഒരു സാമൂഹിക പശ്ചാത്തലം തന്നെയാണ്. ഒരു ഭാഗത്ത് സാമൂഹിക ഉച്ചനീചത്വങ്ങളുടെ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. അതിനെതിരെയുള്ള പോരാട്ടങ്ങൾ നന്നായി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ തെക്ക് ഭാഗത്ത് ശ്രീനാരായണ ഗുരുവിന്റെ, അതുപോലെ തന്നെ ഇവിടെ VT ഭട്ടതിരിപ്പാടിന്റെ, EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ, അങ്ങനെ തുടങ്ങി വലിയ സാമൂഹിക മുന്നേറ്റത്തിന്റെ ഐക്യോച്ചാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തെ അങ്ങനെ തന്നെ ആലോചിച്ചുകൊണ്ട് തന്നെയാണ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ജന്മം പോലും 19-ാം നൂറ്റാണ്ട്, ഞാൻ പറയുന്നത് 1906 ഫെബ്രുവരി 19-നാണ് മഹാനായ തങ്ങൾ ജനിക്കുന്നത്. ആ ജന്മം മുതൽ പിന്നെ മഹാനായ തങ്ങളുടെ ജീവിതത്തിലെമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്നത് തങ്ങൾ ആദ്യം ഒരു രാഷ്ട്രീയക്കാരനൊന്നുമായിരുന്നില്ല. തങ്ങൾ പക്ഷെ ഒരു സാമൂഹിക പ്രവർത്തകനായിരുന്നു. തങ്ങൾ തങ്ങളുടെ പിതാവ് തന്നെ സ്വത്തായി നൽകിയ ഒരു കച്ചവടത്തിലൂടെ കിട്ടുന്ന ലാഭങ്ങൾ മുഴുവൻ തന്റെ സമൂഹത്തെ പോറ്റാൻ വേണ്ടി ഉപയോഗിച്ചാണ്. ആ പാണ്ഡികശാല നിറയെ ഒരു ജനതയുടെ സങ്കടങ്ങളെ തീർക്കാൻ വേണ്ടി ജീവിച്ചു തീർത്ത ഒരു വലിയ മനുഷ്യൻ, ചെറുപ്പക്കാരനായി ആ കാലത്ത് തന്നെ കൊയിലാണ്ടിയിൽ പ്രശസ്തനായിരുന്നു. പക്ഷെ ആ തങ്ങൾ പിന്നീട് സമൂഹ ജീവിതത്തിന്റെ വഴിയെ വരും. വെളിയങ്കോട്ടെ ദർസിലാണ് മഹാനായ തങ്ങൾ പഠിച്ചത്. അവിടെ ഉണ്ടായിരുന്ന കുട്ടിയാമുസ്താദിൽ നിന്ന് പഠിച്ചു, പിന്നെ അദ്ദേഹത്തിന്റെ മകനിൽ നിന്നും പഠിച്ചു. പക്ഷെ മഹാനായ തങ്ങളുടെ ജീവിതത്തിന്റെ ദൈക്ഷണിക പ്രഭാവത്തിന്റെ ഒരു വലിയ പശ്ചാത്തലം ഒരുങ്ങുന്നത് മഹാനായ ബാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്നാണ്. ഞാൻ ഈ ബാങ്ങിൽ ഉസ്താദിനെ വല്ലാതെ ആലോചിച്ചു പോകാം. ഈ കാലത്തിന്റെ മുമ്പിലെ ഈ നെരിപ്പോടുകളെ ഒന്ന് മറ്റൊരു തരത്തിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷന് വിധേയമാക്കാൻ ബാങ്ങിൽ ഉസ്താദ് ഉണ്ടാക്കിയെടുത്ത ഒരു സാമൂഹിക സംഘടനാ ബോധമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ. അന്നത്തെ കടിച്ചു തുപ്പപ്പെട്ട, ചവച്ചു തുപ്പപ്പെട്ട ഒരു ജനതയുണ്ട് നമ്മുടെ മുമ്പിൽ. ആ ജനത നമ്മൾ ഈ കാണുന്ന ഈ പ്രദേശങ്ങളിലെല്ലാം കാണാം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ പലസ്തീനിലേക്ക് നോക്കിയാൽ കാണാവുന്നതിനേക്കാൾ ഭീകരമായി നിന്നിരുന്ന ഒരു സമൂഹത്തിന്റെ പരാധീനതയുടെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. അഗ്നിയിലേക്ക് വലിച്ചെറിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ചരിത്രം, വിധവയാക്കപ്പെട്ട പെണ്ണിന്റെ ദീനരോധനം, ബലാത്കാരം ചെയ്യപ്പെട്ട സ്ത്രീത്വത്തിന്റെ അപമാന ഭാരത്താൽ തലമുരിച്ചു നിൽക്കേണ്ടി വരുന്ന ഗതികെട്ട കാലം. ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ടിട്ട് പക്ഷേ നാടുകടത്തപ്പെട്ട സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ പോയി പെരിന്തൽമണ്ണെന്നും കുറ്റിപ്പുറം എന്നും ഒക്കെ പേരിടുന്ന വിധം വല്ലാത്ത ഗൃഹാതുരമായ ഓർമ്മകളിൽ ജീവിച്ച ഒരു ജനതയുടെ നാട്. അതുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ അവർ ചെയ്തത്. അവിടെ അവർ കുറ്റിപ്പുറവും അതുപോലെ പെരിന്തൽമണ്ണയും അവിടെ തിരുവരങ്ങാടിയും അവിടെ ഇരിങ്ങാവൂരും എല്ലാം അവരുണ്ടാക്കി. സ്വന്തം നാടിന്റെ ജീവിതത്തെ, സ്വന്തം ജീവിതത്തെ പറിച്ചറിയപ്പെട്ട നാട്ടിലേക്ക് ഓർമ്മകളെ പറിച്ചു കൊണ്ടുവന്ന ഒരു ജനതയും കൂടിയാണ് നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ നാടിന്റെ, ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയായി കാണിക്കുന്നത്. അവിടെയാണ് ആ പരാധീനതകളെ എങ്ങനെ മാറ്റം ചെയ്യണമെന്ന് ആലോചിക്കുന്ന വലിയ മനുഷ്യർ വരുന്നത്. അതിന് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ സംഘശക്തിയും അതിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആത്മീയമായ സംഘശക്തിയും, അതിന്റെ രണ്ടിന്റെയും കൂടെ നിന്നിരുന്ന ഒരു വലിയ മനുഷ്യന്റെ പേരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ബാഫഖി തങ്ങൾ ഈ രണ്ടിനെയും ഒരുപോലെ കൊണ്ടു നടന്നു. ആ രണ്ടിന്റെയും അടിയന്തിരമായി ആ സമൂഹങ്ങളുടെ അല്ലെങ്കിൽ ആ സംഘശക്തിയുടെ ആവശ്യം എന്താണെന്ന് വളരെ കൃത്യമായി നിർവചിച്ച ഒരാളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. അതുകൊണ്ടാണ് ഇവിടെ ബഹുമാന്യനായ നജീബ് സാഹിബ് സൂചിപ്പിച്ച പോലെ ബാഫഖി തങ്ങളൊരു വിദ്യാഭ്യാസ വിചക്ഷണനായി, ബാഫഖി തങ്ങളൊരു നയതന്ത്രജ്ഞനായ രാഷ്ട്രീയ വിശാരദനായി, ബാഫഖി തങ്ങൾ സാമൂഹിക മാറ്റം കൊതിച്ച ഒരു സാമൂഹിക പരിഷ്കർത്താവായി, ബാഫഖി തങ്ങൾ ഒരു പിതാവിനെ പോലെ തൻ്റെ കീഴിൽ ജീവിക്കുന്ന തൻ്റെ
രാഷ്ട്രീയ സാമൂഹിക ജീവിതത്തോട് ചേർന്ന് പോരാൻ സാധ്യതയുള്ളവരെ കൊണ്ടുവന്ന വളരെ ക്രാന്തദർശിയായ ഒരു പിതൃതുല്യമായ വാത്സല്യമുള്ള ഒരു നേതാവായിരുന്നു ബാഫക്കി തങ്ങൾ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നേതൃ സൃഷ്ടി നടത്തിയ ഒരു പ്രഗത്ഭനായ നേതാവ് കൂടിയാണ് മഹാനായ ബാഫക്കി. അതുകൊണ്ടാണ് ബാഫക്കി തങ്ങൾ മഹാനായ സീച്ച് മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറയുന്ന അത്തോളിയിലെ ഒരു ആലിമുല്ലാക്കയുടെ മകനായി ഒരു പക്ഷെ അസ്തമിച്ചു പോകാമായിരുന്ന ഒരു ജീവിതത്തെ പഠിക്കാൻ കാശില്ലാതെ നീ എന്തിനു പഠിക്കാൻ പോയി എന്നതൊരു ക്രൂരമായ ഒരു പീഡനമാക്കി അത് വലിയ തെറ്റായി കണ്ടിരുന്ന പിതാവിന്റെ മകനെ, ആ മകനെ ആരും കാണാതെ സാമ്പത്തികമായി സഹായം ചെയ്തു കൊടുക്കുകയും അങ്ങനെ ആ വിദ്യാർത്ഥി പിന്നെ വളർന്ന് വന്ന് കോഴിക്കോട്ടെ കൗൺസിലറായി, പിന്നെ MLA ആയി, പിന്നെ സ്പീക്കറായി, പിന്നെ പാർലമെന്റ് മെമ്പറായി, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി, പിന്നെ അങ്ങനെ വളർന്ന് കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഈ നഭസിൽ ഇനിയൊരു നക്ഷത്രം പോലും അങ്ങനെ തിളങ്ങി നിൽക്കാനാകുമോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന വിധം അദ്വിതീയമായ ഒരു രാഷ്ട്രീയ നക്ഷത്രമായി CH മുഹമ്മദ് കോയ സാഹിബ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിലൂടെയുള്ള വഴിയിലൊക്കെയും അതിന്റെ ഒരു വലിയ പരിധിവരെയും ആ മനുഷ്യനെ വളർത്തിയെടുത്തൊക്കെ മഹാനായ ബാഫക്കി തങ്ങൾ ഉണ്ടായിരുന്നു. ബാഫക്കി തങ്ങൾ കൈ പിടിച്ചു കൊണ്ടുവന്ന ആളാണ് സി സാഹിബ് സ്പീക്കർ സ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ തന്നെ വഫാത്താകുമ്പോൾ പിന്നെ ആ സ്ഥാനത്തേക്ക് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കറെയാണ് നിശ്ചയിക്കപ്പെടുന്നത്. ആ സ്പീക്കറെ നിശ്ചയിക്കപ്പെടുമ്പോൾ ബാഫക്കി തങ്ങൾ ദുആ ചെയ്തു. ബാഫക്കി തങ്ങൾ നേരെ നിയമസഭയിലേക്ക് തിരുവനന്തപുരത്തേക്ക് പോകുന്ന CHന്റെ കൈ പിടിച്ചു കൊണ്ടുപോയത് നമ്മളൊക്കെ ഇങ്ങനെ ഓത്തുപോകാൻ ഒരു വാപ്പ കൊണ്ടുപോകുന്ന പോലെ ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചു കൊണ്ടുപോയത് ആ കാലഘട്ടത്തിലെ ആത്മീയ ജീവിതത്തിന്റെ നേതാവായിരുന്ന മഹാനായ ആലുവ അബൂബക്കർ മുസ്ലിയാരുടെ അടുക്കലേക്ക്. അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. അദ്ദേഹം പലപ്പോഴും ഇങ്ങനെ ആളുകൾക്ക് മുമ്പിൽ വല്ലാതെ രോഷം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. സാധാരണ നമ്മൾ സൂഫി ജീവിതത്തിന്റെ ഒരു സാങ്കേതിക അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു മജ്ദൂബായി, അങ്ങനെ മജ്ദൂബായിരുന്നയാൾ പക്ഷെ പെട്ടെന്ന് ആ കൊടുങ്കാറ്റ് ശാന്തമായ പോലെ നിൽക്കുന്ന നേരം ആളുകൾ ചോദിച്ചു, എന്തിനാണ് ശാന്തമായി? പെട്ടെന്ന് നല്ല ഒരു മുണ്ടും നല്ല ഒരു ഷർട്ടും കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതൊക്കെ കൊടുത്ത് അദ്ദേഹം ഇങ്ങനെ നിശബ്ദനായി നിൽക്കുമ്പോൾ ആളുകൾ അങ്ങനെ സംശയം ആരായുമ്പോൾ മഹാനായ ആലുവ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത്. ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത സത്യത്തിൽ ആലുവയിലേക്ക് പോകുന്ന ഒരു ദേശീയപാതയുണ്ട്. ആ പാതയോരത്ത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ കാറ് വന്നു നിന്നു. ആ പ്രൗഢഗംഭീരനായ മനുഷ്യൻ ഇറങ്ങി വന്നു. ആ മനുഷ്യന്റെ കൂടെ പിതാവിന്റെ കൈ പിടിച്ച് നടക്കുന്ന പോലെ ആ ചെറുപ്പക്കാരൻ നാം ഇന്നും അത്ഭുതത്തോടെ ഓർക്കുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എന്നേക്കും എല്ലാ കാലത്തെയും ആവേശമായ CH മുഹമ്മദ് കോയ സാഹിബ്. ആ CHന്റെ കൈ പിടിച്ചിട്ടാണ് ബാഫക്കി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, സ്പീക്കറാകാൻ പോകാൻ ദുആ ചെയ്യണം. ഇതായിരുന്നു ബാഫക്കി തങ്ങൾ. ബാഫക്കി തങ്ങൾ വളർത്തിയ എത്രയോ പ്രഗത്ഭരെ, ഫറൂഖ് കോളേജിന്റെ പ്രിൻസിപ്പളായ അബ്ദുള്ള സാഹിബ് ഉൾപ്പെടെ. അതുകൊണ്ടാണ് കൊയിലാണ്ടി സ്കൂളിലെ 12ഓളം കുട്ടികൾക്ക് അവർക്ക് ഫീസ് അടക്കാൻ അവർക്ക് കാശ് കൊടുക്കുകയായിരുന്നില്ല. അവർക്ക് ഫീസ് അടക്കുന്ന നേരം വരുമ്പോൾ ബാഫക്കി തങ്ങൾ അറിയാതെ ചെന്ന് ഫീസ് അടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിൽ പോലും ഒരു അപകർഷബോധം തോന്നാതിരിക്കാൻ കഴിയുന്ന വിധം ജാഗ്രത കാണിച്ച വലിയ മനസ്സുണ്ടായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ആ ബാഫക്കി തങ്ങൾ ആ അർത്ഥത്തിൽ വിദ്യാഭ്യാസ വിചക്ഷണനായി, ക്രാന്തദർശിയായി. ഇവിടെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു കാലത്ത് ഇവിടെ സ്വാഗത പ്രഭാഷകൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മളിങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ ഇങ്ങനെ കാണാനാവും. സപ്തകക്ഷി മുന്നണി പോയി. EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ 2ാം മന്ത്രിസഭ സപ്തകക്ഷി മുന്നണിയാണ്. 7 കക്ഷികൾ. ആ 7 കക്ഷികളെയും വിളക്കി ചേർത്തതും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. എല്ലാം കഴിഞ്ഞു നിൽക്കുമ്പോൾ ആ രാഷ്ട്രീയ മാറ്റത്തിന്റെയും കാലാവസ്ഥയുടെയും പിന്നിൽ പിന്നെ ഒടുക്കം ഒരു മുഖ്യമന്ത്രിയെ തിരയുന്ന നേരത്തും സാക്ഷാൽ ചേലാട്ട് അച്യുതമേനോനെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരുത്തുന്ന ആ അർത്ഥത്തിൽ രാഷ്ട്രീയ കേരളത്തിന്റെ രാജശില്പിയും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളായിരുന്നു. അങ്ങനെ ബാഫക്കി തങ്ങൾ അങ്ങനെ എല്ലാ ഇടങ്ങളിലും അങ്ങനെ തിളങ്ങി നിൽക്കുന്നു. നമ്മൾ ബാഫക്കി തങ്ങളുടെ ജീവിതത്തിൽ എമ്പാടും നമ്മൾ കാണുന്നത് ഈ അർത്ഥത്തിൽ ഒരു ജനതയുടെ കൂടെ നടക്കുന്ന ഒരാൾ. 1937
ഇവിടെ സർവേദ്യ മുസ്ലിം ലീഗിന്റെ പ്രൗഢമാർന്ന ഒരു കാലത്തിന്റെ മുമ്പിൽ സർദാർ സെട്ടു സാഹിബിനെ, സിബി സാഹിബിനെ, സി എച്ച് എന്നൊരു വിദ്യാർത്ഥിയാണ്, സി എച്ച് മുഹമ്മദ് ഖാൻ സാഹിബിനെ, ഇങ്ങനെ തുടങ്ങുന്ന വളരെ പ്രഗത്ഭരായ ആളുകളെല്ലാം ഉള്ള ഒരു കാലം. ഈ സിബി സാഹിബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കാണും. സിബി സാഹിബിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സിബി സാഹിബ് നല്ല പ്രഭാഷകനാണ്, നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്, നല്ല അഭിഭാഷകനാണ്, നല്ല പരിഭാഷകനാണ്. മുസ്ലിം ലീഗിന്റെ സമ്മേളന വേദിയിൽ ബംഗാൾ, ഷേറെ ബംഗാൾ ഫസലുർ റഹ്മാൻ സാഹിബ്, ഫസലുൽ ഹക്ക് സാഹിബ്, അദ്ദേഹം ഇംഗ്ലീഷിൽ ഇങ്ങനെ മനോഹരമായി പ്രസംഗിക്കാൻ, ആയത്തുകൾ ഇങ്ങനെ തുരിതരാ ഓതാൻ, 2 മണിക്കൂർ നീണ്ടു നിന്ന പ്രസംഗം A to Z എന്നാണ് പറയപ്പെടാറുള്ളത്. അങ്ങനെ പരിഭാഷപ്പെടുത്തി സിബി സാഹിബ്. എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ഇരുന്ന ഫസലുല്ലാക്ക് എഴുന്നേറ്റ് നിന്നിട്ട് സിബി സാഹിബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഈ മനുഷ്യൻ ട്രാൻസ്ലേറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അന്ന് വിളിച്ചു പറഞ്ഞത്. ട്രാൻസ്ലേറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാണ്. അതേ സിബി സാഹിബ് തന്നെയാണ് എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന നേരത്ത്, അന്നാണ് മഹാത്മാഗാന്ധി കേരളത്തിൽ വരുന്നത്. ഗാന്ധിയുടെ പ്രഭാഷണങ്ങളെ മുഴുവനും പരിഭാഷപ്പെടുത്താൻ ഏൽപ്പിക്കപ്പെടുന്നത് സിബി സാഹിബിനെ. നമ്മളെല്ലാവരും അറിയുന്ന പോലെ എസ് ഡി കോളേജിൽ എന്ന പ്രഗത്ഭനായ ആംഗലേയ കവി, അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് ഗാന്ധിജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഉദ്ധരിച്ചു പോരുന്നത്. വാച്ചർ എവരിവെയർ നോ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ആ പ്രസംഗത്തിലെ ആ കവിതയുടെ ഉദ്ധരണി കഴിഞ്ഞ് തീരുമ്പോഴേക്കും അഭ്യുന്നതനായ സിബി സാഹിബ് അതിന് മനോഹരമായ പരിഭാഷ നടത്തി. ഇന്നും മലയാളത്തിലെ ഏറ്റവും മനോഹരമായ പരിഭാഷയാണ്. വെള്ളം സർവത്ര തുള്ളി കുടിപ്പാരില്ലത്രേ എന്നായിരുന്നു ആ പരിഭാഷ. അതുകൊണ്ടാണ് സിബി സാഹിബ് കോൺഗ്രസിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ അന്നത്തെ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ നായകത്വ പദവിയിലേക്ക് സിബി സാഹിബ് വരുമ്പോൾ കേരളത്തിലെ പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ് കൂടിയായിട്ടുള്ള പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന്റെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പനമ്പള്ളി ഗോവിന്ദൻ. ആ പനമ്പള്ളി ഒരിക്കൽ പറഞ്ഞു, മുസ്ലിം ലീഗിനുണ്ടാകുന്ന ലാഭം കോൺഗ്രസിനുള്ള നഷ്ടത്തിന്റെ തത്തുല്യമായ ഒന്നാണ് എന്ന് പറഞ്ഞാൽ സിബി സാഹിബ് കോൺഗ്രസിൽ നിന്ന് പോരുമ്പോൾ ലീഗിന് വലിയ ലാഭമാണ് ഉണ്ടാകുന്നത്. അത്ര വലിയ ആളാണ് സിബി സാഹിബ്. ആ സിബി സാഹിബും പോക്കറ്റ് സാഹിബും സർദാർ സെട്ടു സാഹിബും എല്ലാം അടങ്ങുന്ന ഒരു വലിയ നിരയുണ്ടായിരുന്നു അന്ന് മുസ്ലിം ലീഗ്. ആ കാലത്താണ് 1937 നമ്മൾ സാധാരണ പറയാറുണ്ട്, അത് ഒരു രാഷ്ട്രീയ ചരിത്രത്തിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക മാറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ടാണ് ഞാൻ ആ വർഷത്തെ കാണുന്നത്. 1937 പോക്കറ്റ് സാഹിബ് കുറുമ്പനാട് എന്ന് പറയുന്ന ഒരു അസംബ്ലി മണ്ഡലത്തിൽ, മദ്രാശി അസംബ്ലിയിലേക്കുള്ള മണ്ഡലത്തിൽ മഹാനായ പി പോക്കറ്റ് സാഹിബ് നിൽക്കും. മറുഭാഗത്ത് അറ്റക്കോയത്തൻ നിൽക്കും. മഹാനായ തങ്ങളുടെ സഹോദരി ഭർത്താവാണ് അറ്റക്കോയത്തൻ. ഈ പോക്കറ്റ് സാഹിബ് എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നു. പോക്കറ്റ് സാഹിബ് ഈ മദ്രാശി അസംബ്ലിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാൽ സാധാരണ പറയാൻ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് സൃഷ്ടിക്കുമായിരുന്നു. സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത സൃഷ്ടിക്കുമായിരുന്നു. ആ പോക്കറ്റ് സാഹിബ് തന്നെയാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ പോയത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായതും ഇതേ പോക്കറ്റ് സാഹിബ്. ആ പ്രഗത്ഭനായ പോക്കറ്റ് സാഹിബിന്റെ ഭാഗത്ത്, മറുഭാഗത്ത് ഖാൻ ബഹദൂർ അറ്റക്കോയത്തങ്ങളാണ്. ഈ ഖാൻ ബഹദൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അതായത് ബ്രിട്ടീഷുകാർ ആദരപൂർവ്വം വിട്ടുകൊടുത്ത പേരാണ് ഖാൻ ബഹദൂർ എന്ന് പറഞ്ഞാൽ ഒരൽപ്പം ബ്രിട്ടീഷ് അനുകൂലമായി നിൽക്കുന്ന ഒരാൾ അന്നത്തെ മലബാറിന്റെ സാമൂഹിക മനസ്സിൽ എത്രത്തോളം സ്വീകാര്യമാകും എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെ ഒരാൾ മറുഭാഗം, ഇവിടെ ഒരാൾ കേരളം കണ്ട പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവ്, വളരെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിന്തുണ. ആ അർത്ഥത്തിൽ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് മത്സരിക്കുന്നു. പക്ഷെ അവിടെ ഒരാൾ മാത്രം നിന്നു. ആ തലയെ കെട്ടിങ്ങനെ കെട്ടി നിന്ന ആ സൗരഭമാർന്ന ആ പ്രൗഢഗംഭീരമായ ആകാര സൗന്ദര്യത്തിന്റെ മുമ്പിൽ പി പോക്കറ്റ് സാഹിബ് തോറ്റുപോകുന്നതും മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ സഹോദരി ഭർത്താവ് എന്ന നിലയിൽ ഖാൻ ബഹദൂർ അറ്റക്കോയത്തങ്ങൾ ജയിക്കുന്നതും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. പക്ഷെ അവിടെ നിന്ന് നമ്മളൊരു കാര്യം പഠിച്ചു, അല്ലെങ്കിൽ സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ ഈ പ്രഗത്ഭരായ നേതാക്കൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾ ഒരു പാഠം പഠിച്ചു. അതിതാണ് ബാഫക്കി തങ്ങളെ മുസ്ലിം ലീഗിലേക്ക് കൊണ്ടുവരുന്നത്. ബാഫക്കി തങ്ങൾ ലീഗിലേക്ക് വന്നു. സിബി സാഹിബാണ് മുസ്ലിം ലീഗിലേക്ക് മഹാനായ ബാഫക്കി തങ്ങളെ കൊണ്ടുവന്നത്.
ഞാനുള്ളപ്പോ മറ്റൊരാൾ എന്തിനാന്ന് ചോദിക്കുന്നോടത്തുനിന്നല്ല. ബാപ്പയ്ക്ക് തങ്ങൾ വന്നാൽ കേരളത്തിലെ മലബാറിലെ മുസ്ലിം ജനസാമാന്യം അത്രമേൽ ആദരിക്കുന്ന മഹാനായ മനുഷ്യരിലൂടെ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിയെടുക്കാൻ സാധ്യമാകുമെന്ന ബോധ്യമുണ്ടായിരുന്നു സീതി സാഹിബ്. അതുകൊണ്ട് സീതി സാഹിബ് ബാപ്പയ്ക്ക് തങ്ങളെ കൊണ്ടുവന്നു. ബാപ്പയ്ക്ക് തങ്ങൾ അതുപോലെ തന്നെ വലിയൊരു കാര്യം മറ്റൊന്ന് ചെയ്തു. ബാപ്പയ്ക്ക് തങ്ങൾ പൂക്കോയെ തങ്ങളെ കൊണ്ടുവന്നു. പൂക്കോയ കുട്ടിയുടെ കൈ പിടിച്ച് കൊണ്ടുവന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നേതൃത്വത്തെ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് വലിയൊരു മനുഷ്യന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. സാധാരണ നേതൃത്വത്തെ ചവിട്ടി താഴ്ത്തുക എന്ന് പറയുന്നതാണ് പലയിടത്തും നടക്കാറുള്ളതെങ്കിൽ നേതൃത്വത്തെ സൃഷ്ടിക്കുകയായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങൾ ചെയ്തത്. കാരണം പൂക്കോയ തങ്ങളെ കൊണ്ടുവന്നാൽ മലബാറിന്റെ ഹൃദയങ്ങളിൽ പൂക്കോയ തങ്ങൾക്കുള്ള സ്ഥാനം മനസ്സിലാക്കിയിട്ടാണ് മഹാനായ തങ്ങൾ ആ കാര്യം ചെയ്തത്. മാത്രവുമല്ല, തങ്ങൾ ഇരുവരും തമ്മിലുണ്ടായിരുന്നത് ആത്മബന്ധത്തിന്റെ അഗാധത തന്നെയും വലുതായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ മഹാനായ തങ്ങൾ തന്നെ പറയുന്നത്, അതിപ്പോ നമ്മൾ ഇതിനെ ഓർക്കാൻ പ്രധാന കാരണവുമുണ്ട്. അതായത് മഹാനായ ബാപ്പയ്ക്ക് തങ്ങൾ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില ആളുകൾ അന്ന് മഹാനായ പൂക്കോയ തങ്ങളെയും കൂടി മോശമായി പറയുമ്പോൾ ബാപ്പയ്ക്ക് തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, എന്നെ അവർ പറഞ്ഞതിൽ വിഷമമില്ല, പക്ഷെ പൂക്കോയ കുട്ടി പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് എന്നായിരുന്നു. എന്നെ പറഞ്ഞതിൽ എനിക്ക് വിഷമമില്ല, പൂക്കോയ കുട്ടിയെ പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. അതെ, ആ ബാപ്പയ്ക്ക് തങ്ങൾ കാത്ത പൂക്കോയ കുട്ടിയുടെ കുടുംബത്തെയും ആ പൂക്കോയ കുട്ടിയുടെ മക്കളെയും കാക്കുക എന്ന പ്രതിജ്ഞാബദ്ധത ബാപ്പയ്ക്ക് തങ്ങൾ എന്ന വലിയ മനുഷ്യരുടെ കണ്ട ആദരവ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് പറയേണ്ടത്, മഹാനായ സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ, പുതിയ മാളിയക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു നിശബ്ദ യോഗിയായി കൊടുങ്കാറ്റുകളെ പോലും പിടിച്ചു നിർത്താൻ സാധ്യമാകുന്ന വിധം വജ്രസമാനമായ ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായി മഹാനായ പൂക്കോയ തങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ ഈ 46 ശേഷം 48 ഹൈദരാബാദ് ആക്ഷൻ വരുന്നു. ഹൈദരാബാദ് ആക്ഷൻ വരുന്ന സമയത്ത് ഇന്ത്യയിലെ പ്രമുഖ മുസ്ലിം നേതാക്കളൊക്കെ തന്നെ ഒളിച്ചിരിക്കുന്നു. ആ സമയത്തും ഈ പതാക പിടിച്ച് മഹാനായ പൂക്കോയ തങ്ങൾ നടന്നു. ഈ പച്ച പതാക മാറ്റിവെക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മഹാനായ പൂക്കോയ തങ്ങൾ ആ ധീരത, അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ആ പതാക കുലച്ചിൽ തെറ്റാതെ സമചിത്തതയോടുകൂടെ ഒരു ജനതയെ നയിക്കാൻ മഹാനായ പൂക്കോയ തങ്ങൾക്ക് സാധിച്ചു. ഞാനിപ്പോ വളരെ ചെറിയ സന്ദർഭങ്ങൾ ഇങ്ങനെ ഓർത്തു പോകാം. കുറഞ്ഞ 2-3 കൊല്ലം മുമ്പ് ഞാനിപ്പോ അത് പറയുന്നത് ചിലരൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് നോവുണ്ടാവും. പക്ഷെ എന്നാലും പറയാം, കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾക്കിടയിൽ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഈ സൗഹൃദ പ്രഭാഷണം നടത്തുമ്പോൾ ചിലർ പറയാറുണ്ടായിരുന്നു, ഈ ഓണപ്പള്ളിക്കൊക്കെ പേടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ രജിത് സാഹിബൊക്കെ എല്ലാവരും അനുഭവിച്ചതായിരിക്കാം. അതായത് മോദിയെ പേടിയാണ്, അതുപോലെ തന്നെ അമിത്ഷായെ പേടിയാണ്. പക്ഷെ ഈ പേടിയില്ലാത്ത വിഭാഗമായി അവർ പറഞ്ഞ് ഞങ്ങളൊക്കെ ജിഹാദിന് വേണ്ടി ബൈഅത്ത് ചെയ്തവരാണ്. പക്ഷെ അവരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയുടെ പേര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നാണ്. ആ പാർട്ടി അല്ല, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചെറിയൊരു ആക്ഷൻ ആഭ്യന്തര വകുപ്പ് നടത്തുന്നതോടുകൂടെ പിറ്റേന്ന് പിരിച്ചു അവരെന്നെ. ഞാനത് പറയാൻ കാരണം, മഹാനായ പൂക്കോയ തങ്ങൾ ആ സമയം ധീരതയോടുകൂടെ അന്ന് ജയിലിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ ആറ്റപ്പൂ എന്നൊരു കൊച്ചുകുട്ടി ഉമ്മയില്ലാതെ തൻ്റെ മുമ്പിൽ വാപ്പ ജയിലിലേക്ക് പോകാൻ ജീപ്പിലേക്ക് കയറുന്ന കാഴ്ച കണ്ട് നിൽക്കുമ്പോഴും അതെല്ലാം സഹിച്ചും അതെല്ലാം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വച്ചും മഹാനായ സയ്യിദ് PMSA പൂക്കോയ തങ്ങൾ അങ്ങനെ ജയിലിലേക്ക് പോകുന്ന കാഴ്ച നാം 48 കാണുന്നു. ഈ പൂക്കോയ തങ്ങളെ കൊണ്ടുവന്നതും സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ നേതൃനിരയുടെ സൃഷ്ടിപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി തീർന്നത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാപ്പയ്ക്ക് തങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ആ അർത്ഥത്തിൽ നേതാക്കളുടെ സൃഷ്ടാവ് എന്ന് മഹാനായ തങ്ങളെ വിളിക്കാൻ കഴിയും. ഒരുപാട് നേതാക്കളെ വളർത്തിക്കൊണ്ട് ഒരുപാട് പ്രഗത്ഭരായ നേതാക്കൾ അഹമ്മദ് സാഹിബിനെ, CH എല്ലാവരെയും വളർത്തിയതിൽ ബാപ്പയ്ക്ക് തങ്ങളുടെ പങ്ക് ചെറുതല്ല. അവരെ ആ അർത്ഥത്തിലേക്ക് വലുതാക്കി കൊണ്ടുവരുന്നതിൽ, അവരെ രാഷ്ട്രീയമായി അവരെ പാകപ്പെടുത്തുന്നതിനൊക്കെ തന്നെയും ബാപ്പയ്ക്ക് തങ്ങളുടെ പങ്ക് ചെറുതല്ല. എന്നാൽ ഈ CH ഈ സീതി സാഹിബിനെയും എല്ലാം കൊണ്ട് സാമൂഹിക ജീവിതത്തിൽ എല്ലാത്തരം സഹവർത്തിത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പണിയെടുക്കുന്നിടത്തും ഇതേ തങ്ങൾ തന്നെ നിന്നു. നിങ്ങളുടെ നാട്ടിലെ തലി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് കേളപ്പജിയാണ് സത്യാഗ്രഹം ഇരുന്നത്. ആ സത്യാഗ്രഹ പന്തലിലേക്ക് ചെന്നിട്ട് ആ മതിൽ ശരിയാക്കാൻ വേണ്ടി അങ്ങനെ സത്യാഗ്രഹ പന്തലിൽ ഇരിക്കേണ്ടതില്ല,
ഞാൻ അതിനു വേണ്ടിയുള്ളതെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ കൈ പിടിച്ചിട്ടാണ് തങ്ങളെ നിങ്ങളുള്ള കേരളത്തിന്റെ സൗഹാർദ്ദം തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന KK ലബജിക്ക് പറയേണ്ടി വന്നത്. അത്രമേൽ നമ്മുടെ നാടിന്റെ സഹവർത്തിത്വത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും എല്ലാം വഴി അത്തരം വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഒരു CH ഒരു ബാഫഖി തങ്ങളും CH കൂടി പോയിട്ടുള്ള എത്രയോ കലാപവേളകൾ, എത്രയോ വർഗീയാന്തമായിട്ടുള്ള കലാപവേളകളിലേക്ക് മഹാനായ CH-നെയും കൈപിടിച്ച് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പോയി. ഈ നാടിന്റെ സഹവർത്തിത്വത്തെ അങ്ങനെ നിലനിർത്തണമെന്ന് മഹാനായ ബാഫഖി തങ്ങൾ ആ ഒരു വലിയ ദീർഘദർശനം ചെയ്യുകയും ആ അർത്ഥത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ നാടിന്റെ, ഈ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹിക മുന്നേറ്റത്തിലെല്ലാം തന്നെ സമചിത്തമായ ഒരു ദീർഘദർശനത്തിന്റെ പേരായി സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെ നമുക്ക് കാണാനാവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ 945 കാര്യവട്ടം സമ്മേളനം, ഈ പെരിന്തൽമണ്ണക്കടുത്ത് കാര്യവട്ടം സമ്മേളനം, സമസ്തയുടെ അഭിനന്ദരായ പണ്ഡിത നേതൃത്വം. ആ പണ്ഡിത നേതൃത്വം നോക്കിയാണ് മഹാനായ തങ്ങൾ പറഞ്ഞത്, നമുക്ക് രാജ്യം സ്വതന്ത്രമാകുന്നതോടുകൂടെ ഈ ഉമ്മത്തിന് മതം പഠിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സമുദായം മദ്രസയെ കുറിച്ച് ആലോചിക്കണമെന്ന വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 10,000-കണക്കിന് വരുന്ന മദ്രസകൾ ഉണ്ടാകാനുള്ള കാരണമായി തീരുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാകുന്നത്. 55-ലാണ് തങ്ങളത് പറഞ്ഞത്. 51 നവംബർ 17 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നാണ് വാളക്കുളത്തെ മഹാനായ മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് ഉൾപ്പെടെയുള്ള വളരെ പ്രഗത്ഭരായ നേതാക്കൾ അവിടെ ഒരുമിച്ച് കൂടി. അബ്ദുൽ ബാരി ഉസ്താദ് 25 രൂപയാണ് അന്ന് കൊടുത്തത്. 25 രൂപ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല. ആ 25 രൂപ പ്ലസ് മറ്റു പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ കൂടി കൊടുത്ത 47 രൂപ അന്ന് വിദ്യാഭ്യാസ ബോർഡിന്റെ ആദ്യത്തെ ക്യാപിറ്റൽ മണി എന്ന് പറയുന്നത് 47 രൂപയാണ്. ആ 47 രൂപ കൊണ്ട് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു തുടങ്ങി. ആ വിദ്യാഭ്യാസ ബോർഡിന് പിന്നെ ഫണ്ട് ശേഖരണം വേണം. ബാഫഖി തങ്ങൾ പറഞ്ഞു പറവണ്ണ ഉസ്താദിനോട്, അതുപോലെ തന്നെ മൗലാന അബ്ദുൽ ബാരിയോട്, ഖദ്ദസല്ലാഹു അസ്റാറഹും ആ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നേതൃത്വം കൊടുക്കാം, നിങ്ങൾ അതിനുവേണ്ടി കൊയിലാണ്ടിയിൽ വന്നിട്ട് പ്രസംഗിക്കണം. 1500 രൂപയാണ് അന്ന് പ്രസംഗം വഴി മതപ്രഭാഷണം വഴി മഹാനായ തങ്ങൾ രൂപീകരിച്ചത്. ആ 1500 രൂപയാണ് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവറുള്ള ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസി എന്ന് ലോകമാകെ പറയുന്ന ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനമാണ് ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്. ഞാനിത് വെറുതെ പറയല്ല. 2015 അന്ന് ഈ അമേരിക്കയുടെ സാംസ്കാരിക വകുപ്പ് IVLPയുടെ ഭാഗമായി കൊണ്ടുപോയപ്പോൾ ഞാൻ അവിടുത്തെ സെമിനാറിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നത് ഒരു വലിയ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ കൂടി അതിന്റെ പ്രതിനിധി എന്ന നിലക്കാണ്. ഞാൻ 10,000-ഓളം മദ്രസ എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കണക്കൊന്നുമില്ല. ഞാനത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ചില മധ്യേഷ്യൻ ഭൂവിഭാഗങ്ങളിൽ നിന്ന് വന്ന പ്രഗത്ഭരായ വിദ്യാഭ്യാസ പ്രവർത്തകരായ ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരൻ്റെ അത്ഭുതത്തോടെ നോക്കിയിട്ട് സംശയം ചോദിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും? 10,000-ഓളം മദ്രസ നടത്താൻ കേരളം പോലത്തെ ഒരു കൊച്ചു സംസ്ഥാനത്തെ ഇങ്ങനൊരു വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തപ്പെടുമോ എന്ന സംശയം ചോദിക്കുമ്പോഴേക്കും എനിക്ക് ഉത്തരം കൊടുക്കേണ്ടി വന്നില്ല. അതാണ് അമേരിക്കയെ നമ്മൾ പഠിക്കേണ്ടത്. അതിന്റെ സാംസ്കാരിക വകുപ്പ് ആ കണക്കാട് വച്ചു. ആ കണക്ക് വെച്ചപ്പോ വൗ ഇറ്റ് ഈസ് അമേസിംഗ് എന്ന് ഈ ചുണ്ടുകൾ മന്ത്രിച്ചത് നാം അത്ഭുതത്തോടെ കാണുമ്പോഴാണ് ഈ വലിയ മനുഷ്യന്റെ ദീർഘദർശനത്തിന്റെ വലിപ്പം പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്ന് നമ്മൾ അനുഭവിക്കുന്നത്. ആ സ്വാസ്ഥ്യത്തിന്റെയും സമാധാനത്തിന്റെയും അഭിമാനത്തിന്റെയും വർത്തമാനങ്ങൾ പറയാൻ കഴിയുമ്പോൾ അതിന്റെ എല്ലാം ഓഹരി ചെന്നു നിൽക്കുന്നത് അന്ന് ജന്നത്തുൽ മുഅല്ലയിൽ തന്റെ പ്രിയപ്പെട്ട മാതാമഹി, തന്റെ പ്രിയപ്പെട്ട പിതാമഹി എന്ന് പറയാവുന്ന സയ്യിദത്തുന ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കാൽച്ചുവട്ടിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ ഖബറിലേക്കാണ് എന്ന് നമ്മൾ ഓർക്കണം. ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് തങ്ങളാണ്. ഇവിടെ ജാമിയ നൂരിയ പണിയാൻ വേണ്ടി വരുന്നത് അങ്ങനെ ഒരു ചില്ലറക്കാരൊന്നും ആയിരുന്നില്ല. ജാമിയ നൂരിയ ഉണ്ടാകുമ്പോൾ ഒരു ജനതയുടെ വിദ്യാഭ്യാസ വൈജ്ഞാനിക വികാസത്തിന്റെ ഒരു പ്രകാശ ഗോപുരമാണിത്. ആ പ്രകാശ ഗോപുരം പണിയാൻ വേണ്ടി വരുമ്പോൾ ഈ കറാച്ചി ബാപ്പു ഹാജി എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ സഹോദരന്മാർക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നു. അവർ തോക്കു ചൂണ്ടിയപ്പോ നെഞ്ചു വിരിച്ചു നിന്നത് കാലത്തിന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന പോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ നെഞ്ചു തിരിച്ചു നിന്നു. ബാഫഖി തങ്ങളുടെ ആ പ്രതിസന്ധിയെ ജയിച്ചു. ആ കൊടുങ്കാറ്റുകളെ നിശബ്ദമാക്കാൻ സാധിക്കുന്ന വിധം ബാഫഖി തങ്ങൾ ആ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ വലിയ മഹാപണ്ഡിതന്മാർ, മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ, മഹാനായ റഈസുൽ മുഹഖഖീൻ ഹനിയത്ത് അഹ്മദ് മുസ്ലിയാർ,
മഹാനായ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മറാഖിദഹും, അങ്ങനെ തോന്നുന്ന വലിയ വലിയ മഹാപണ്ഡിത പർവ്വതങ്ങൾക്ക് മുമ്പിൽ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തന്നെ അതിന്റെ മുഖ്യ കാര്യദർശി എന്ന നിലയിൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. ഇവിടെ വിദ്യാഭ്യാസ ബോർഡും അങ്ങനെ തന്നെ മരണം വരെ ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ തുടക്കം മുതൽ, അതായത് മൗലാന അബ്ദുൽ ബാരി പ്രസിഡന്റ്, മഹാനായ കെ പി ഉസ്മാൻ സാഹിബ് ജനറൽ സെക്രട്ടറി, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ട്രഷറർ, അങ്ങനെ തുടങ്ങിയതാണ് വിദ്യാഭ്യാസ ബോർഡ്. വിദ്യാഭ്യാസ ബോർഡ് ആ മരണം വരെയും അതിന്റെ ട്രഷറർ സ്ഥാനം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്കാണ്. അങ്ങനെ ഉയർന്നു വന്ന ഒരു വലിയ വിദ്യാഭ്യാസ സംരംഭം ഇവിടെ ഇതാ ജാമിഅ നൂരിയ അറബിയ, അതുപോലെ ഫറൂഖ് കോളേജിന് വേണ്ടി മറ്റു മുസ്ലിം ലീഗിന്റെ നേതാക്കളോടൊപ്പം ഓടിയ ആളാണ് മഹാനായ ബാഫഖി തങ്ങൾ. അങ്ങനെ വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾക്ക് അത്രമേൽ ശക്തമായ പിന്തുണ കൊടുക്കുകയും അങ്ങനെ ആ അർത്ഥത്തിൽ ഈ ഉമ്മത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ബാഫഖി തങ്ങൾ ഈ പറയപ്പെടുന്ന സ്കോളർഷിപ്പ് ഒക്കെ കൊടുത്ത് ഈ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ അന്നുണ്ടായിരുന്ന ചിലരെങ്കിലും ഇത് ജഹന്നമിലേക്കുള്ള വിറകാണെന്ന് പറഞ്ഞ കാലാണ്. ഞാൻ ആ കാലത്തെ അങ്ങനെ വേറെ രീതിയിലൊന്നും കാണുന്നില്ല. കാരണം അത് മറ്റൊരു കാലത്തിന്റെ പ്രശ്നമാണ്. അതൊരു പക്ഷേ അന്നത്തെ സാംസ്കാരികമായിട്ടുള്ള ഒരു കടന്നുവരവിന്റെ, സാംസ്കാരിക ജീർണതയുടെ കടന്നുവരവിന്റെ മുമ്പിൽ ഒരുതരം പ്രതിരോധ മനോഭാവമായിരിക്കാം ആ പണ്ഡിതന്മാരെയൊക്കെ ഭരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് അങ്ങനെ തന്നെ ഇംഗ്ലീഷ് ഭാഷ എന്തിനു പഠിക്കണമെന്ന ചോദ്യത്തിന്റെ മുമ്പിൽ മെക്കാളെ പ്രഭു പറഞ്ഞ വർത്തമാനം തന്നെ അതാണ്. We may educate our subjects, so they may demand our institutions. Whenever the day comes, it will be the proudest day of our history എന്നാണ് മെക്കാളെ പ്രഭു പറഞ്ഞത്. അതായത് നാം നമ്മുടെ ഈ പ്രജകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കണം. എന്തിനാ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്? നമ്മുടെ സംസ്കാരം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരികമായ ചോദനകളെ പ്രവർത്തിപ്പിക്കാൻ സാധ്യമാകുന്ന അത്തരം സ്ഥാപനങ്ങൾ ഇവർ ഡിമാൻഡ് ചെയ്യുന്ന കാലം വരും. Whenever the day comes, അങ്ങനെ ഒരു കാലം വന്നാൽ it will be the proudest day of our history. നമ്മുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു ദിവസം അതായിരിക്കും എന്ന് പറഞ്ഞ മെക്കാളെ പ്രഭു ഇവിടെ നടത്തിയ അത്തരത്തിലൊരു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ തങ്ങളുടെ സാംസ്കാരികമായിട്ടുള്ള ശുദ്ധിയെ തകർക്കുമോ എന്ന് ഭയന്നൊരു കാലം. ചില സമയങ്ങളിൽ അത്തരം ഒരു വലിയ സമൂഹത്തിന്റെ ശക്തമായ പ്രതിരോധങ്ങളെ ജയിക്കുക എന്ന് പറയുന്ന അസാമാന്യമായ കരുത്തു കാട്ടേണ്ടതുണ്ട്. അസാമാന്യമായ കരുത്ത്, ആ അസാമാന്യമായ കരുത്തു കാട്ടിയയാളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മദ്രസ വേണമെന്ന് ആലോചിച്ച കാലം, ദർസ് മാത്രം പോരെ എന്ന് ചോദിച്ച കാലം, അന്ന് മദ്രസ വേണമെന്ന് പറയാൻ മഹാനായ തങ്ങൾക്ക് സാധിച്ചു. അന്ന് മഹാനായ തങ്ങൾ ഒരു ചെറുപ്പക്കാരനാണ്, അതായത് 10-35 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നമ്മൾ ചില സമയങ്ങളിലൊക്കെ ചെറുപ്പക്കാരനല്ലേ ആ തങ്ങള്, അതിനേക്കാൾ വലിയ ആളുകളൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നു, ആ ചെറുപ്പക്കാരനെ പർവ്വത സമാനരായ പണ്ഡിതന്മാർ അതേപോലെ ഉൾക്കൊള്ളുകയും ആ ചെറുപ്പക്കാരനായ തങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് ഗ്രാമാന്തരങ്ങളിൽ കെ പി ഉസ്മാൻ സാഹിബിനെ പോലെയുള്ള പ്രമുഖ നേതാക്കൾ നടക്കുകയും ചെയ്തപ്പോൾ മദ്രസാ പ്രസ്ഥാനം വലുതായി. മദ്രസാ പ്രസ്ഥാനത്തിന് ആവശ്യമാകുന്ന എല്ലാ തരത്തിലും ഒരു ജനത ശരിക്കും പറഞ്ഞാൽ മുണ്ട് മുറുക്കി ഉടുത്ത് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലെങ്കിലും അതൊരു അല്പഭാഗത്തിന്റെ പിടിയേരി കൊണ്ടുപോയി അത് മാറ്റിവെച്ച് അത് മദ്രസ മാലിന്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു കാലത്തെ ഉമ്മമാരുണ്ട്. നമ്മുടെ അടുക്കളകളിൽ പാർത്തിരുന്ന ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട പിതാക്കൾ. അവരെന്ന് കേട്ടത് കെ പി ഉസ്മാൻ സാഹിബിനെ, അതുപോലെ പ്രഗത്ഭരായ ആ പണ്ഡിതന്മാരെ, അവരെയൊക്കെ കേൾക്കാൻ പ്രചോദനമായത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് ബാഫഖി തങ്ങളുടെ വിദ്യാഭ്യാസ പ്രവർത്തനമായാലും ബാഫഖി തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനമായാലും തങ്ങളുണ്ടാക്കിയ രാഷ്ട്രീയം, ഈ സപ്തകക്ഷി മുന്നണി ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പൊ ചിലർ പറയാറില്ല മലപ്പുറം ജില്ല ഞങ്ങൾ കൊടുത്താണ്. എങ്ങനെ കൊടുത്തത്? മലപ്പുറം ജില്ല ഒരു പിടിവാശി പോലെ ഡിമാൻഡ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു മന്ത്രിസഭയിലും ആ മുന്നണിയിലും നിൽക്കാൻ അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കൾ തയ്യാറായത് എന്നതുകൊണ്ടാണ്. ലീഗ് വാങ്ങിച്ചതാണ്, നിങ്ങൾ കൊടുത്തതല്ല, ലീഗ് പിടിച്ചു വാങ്ങിയതാണ് മലപ്പുറം ജില്ല എന്നതാണ് സത്യം. നിങ്ങൾക്ക് പോലും വൈമനസ്യമുണ്ടായി എന്നത് പലപ്പോഴായി എഴുതിയ പല ആത്മകഥകളിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെയാണ്. ലീഗ് പിടിച്ചു വാങ്ങുകയായിരുന്നു. ഒറ്റ കാര്യമാണ്, ചില ഡിമാൻഡുകൾ അങ്ങനെ തന്നെ ഡിമാൻഡ് ചെയ്യാൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് സാധിച്ചു. അതുകൊണ്ടാണ് രാജീവ് ഗാന്ധിയുടെ അടുക്കൽ രണ്ടാമതൊരിക്കൽ കൂടി ഒരു സഖ്യം, ഒന്ന് പിടഞ്ഞുപോയ സഖ്യം രണ്ടാമത് കൂട്ടുമ്പോൾ ലീഗ് ഒരു ആവശ്യം ഉന്നയിച്ചു. അതിതായിരുന്നു 1991 ആരാധനാലയങ്ങളെ കുറിച്ചുള്ള ബില്ലുണ്ടല്ലോ,
ആ ബില്ലൊരു നിയമമാക്കി കൊണ്ടുവരണമെന്ന് 87 മഹാനായ ബനാത്വാല സാഹിബ് കൊണ്ടുവന്ന ആ ബില്ല് പിന്നെ ഗവൺമെന്റ് ബില്ലാക്കി കൊണ്ടുവന്ന് ആക്റ്റാക്കുന്നത് ആ കാലത്താണ്. അത് പിടിച്ചു വാങ്ങലാണ്. ഒരു ജനതയുടെ അവകാശാധികാരങ്ങളെ പിടിച്ചു വാങ്ങലാണ്. ഒരു ജനതയുടെ മുന്നേറ്റത്തിന് ആവശ്യമായിട്ടുള്ള ചില സമയത്തുള്ള രാഷ്ട്രീയ കച്ചവടങ്ങൾ നടക്കും. ആ രാഷ്ട്രീയ കച്ചവടം ഒരിക്കലും ആദർശപരമായ കച്ചവടം പോവുകയായിരുന്നില്ല. ചില സമയങ്ങൾ ഉണ്ടായിത്തീർന്ന ആ രാഷ്ട്രീയ കച്ചവടം അത് വിജയിക്കാതെ പോവുകയും ചെയ്തു. സപ്തകക്ഷി മുന്നണി പൊളിഞ്ഞു, EMS വേറെ വഴിക്ക് പോയി. പക്ഷെ ലീഗിന്റെ വഴിയിൽ, ഈ സമുദായത്തിന്റെ മുന്നേറ്റത്തിന്റെ വഴിയിൽ അതിനേക്കാളും മനോഹരമായ ഒരു ഐക്യ മുന്നണി ഉണ്ടാക്കി. അങ്ങനെയാണ് C. അച്യുതമേനോൻ വരുന്നത്, പിന്നെയാണ് കരുണാകരൻ വരുന്നത്. ഇന്ന് ഇന്ത്യയുടെ തന്നെ പ്രത്യുത്തരമായി, ഇവിടെ AK നാസർ സാഹിബ് സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ തന്നെ പ്രത്യുത്തരമായി ഈ ഐക്യ മുന്നണി സംവിധാനം നിലനിൽക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ മുന്നണി സംവിധാനങ്ങൾ വന്നു എന്ന് മാത്രമല്ല, ആ മുന്നണി സംവിധാനത്തിന്റെ ഏറ്റവും നല്ല ഉത്തരം കേരളത്തിൽ നിന്ന് കൊടുത്തതാണ്. അതിന്റെ ചുക്കാൻ പിടിച്ചതാരാ? സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ചുക്കാൻ പിടിച്ച, ബാഫഖി തങ്ങൾ ഉണ്ടാക്കിയ മുന്നണി രാഷ്ട്രീയത്തിന്റെ മനോഹരമായ കാഴ്ചപ്പാടുകളാണ് പിന്നെ ഇന്ത്യയിൽ നമുക്ക് എമ്പാടും കാണാൻ സാധിച്ചത്. ഇപ്പോ മുന്നണി രാഷ്ട്രീയം അതിന്റെ ഭാവി തേടുന്ന കാലത്ത് നമ്മൾ ബാഫഖി തങ്ങളെ ഓർക്കുമ്പോൾ അന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയ ശില്പി എന്ന് പറയാൻ കഴിയുന്ന വിധം മഹാനായ ബാഫഖി തങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പിന്നെ ഉണ്ടായ ഓരോ ഘട്ടത്തിലും ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകൾ ബാഫഖി തങ്ങളെ ആദരിച്ചു. ബാഫഖി തങ്ങൾക്ക് കൊടുത്ത സമയം 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അതേ പ്രധാനമന്ത്രി 20 മിനിറ്റോളം കൊണ്ടുപോയി. ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭയായ പ്രധാനമന്ത്രി. ഒരു കാലത്ത് യൂറോപ്യൻ ഭരണാധികാരികൾ പറഞ്ഞ ഇങ്ങനെ ഒരു വർത്താനുണ്ട്, അതായത് ഇന്ത്യയിൽ ഒരൊറ്റ ആണുള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണെന്നാണ്. ഇന്ത്യയിൽ ഒരൊറ്റ ആണേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശക്തയായ ഒരു പ്രധാനമന്ത്രി എന്ന് നിലനിൽക്കുന്ന അന്നത്തെ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിലും കാര്യങ്ങൾ പറയുകയും ഇന്ദിരയെ പോലും അങ്ങനെ പ്രചോദിപ്പിക്കുകയും ചെയ്ത വല്ലാത്തൊരു അസാമാന്യമായ വ്യക്തിത്വ പ്രഭാവം മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ഈ പറയാൻ കാരണം ഇതൊക്കെ തങ്ങളോട് ചേർത്ത് പറയുമ്പോൾ ഇനിയും പറയാനുള്ള ഒരുപാട് കാര്യങ്ങളെ ചേർക്കേണ്ട ഒന്നാണ്. കാരണം ബാഫഖി തങ്ങൾ ഈ രാഷ്ട്രീയ ജീവിതത്തിൽ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ, അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തനങ്ങളിൽ വ്യാപരിതനായി. ചില സമയങ്ങളിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടന പോലും ശരീഅത്ത് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ ചിന്തകൾക്കോ ആക്കം കൂട്ടുന്നു വന്നപ്പോൾ ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരു മടിയും കൂടാതെ ഇറങ്ങിപ്പോരാൻ കഴിഞ്ഞ ഒരാളാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഇപ്പോ ഞാനത് വേറെ രീതിയിൽ വിവാദമാക്കി പറയാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല, എന്നാലും MESന്റെ അന്നത്തെ ഒരു കാഴ്ചപ്പാടായിരുന്നു. അന്ന് ബാഫഖി തങ്ങൾക്ക് ഈമാനില്ല എന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പിതാവ് ഗഫൂർ സാഹിബ്. അന്നാണ് മഹാനായ CH മുഹമ്മദ് സാഹിബ് പറഞ്ഞത്, ഡോക്ടർക്ക് പരിശോധിക്കാനുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മൂത്രത്തിലോ രക്തത്തിലോ ഷുഗർ ഉണ്ടോ എന്ന് നോക്കാനാണ് ഡോക്ടറുടെ പണി, അല്ലാതെ ബാഫഖി തങ്ങളുടെ ഈമാൻ പരിശോധിക്കേണ്ട പണി അത് ഡോക്ടറുടേതല്ല എന്നായിരുന്നു അന്ന് CH മുഹമ്മദ് സാഹിബ് പറഞ്ഞത്. പക്ഷെ അന്നത്തെ അത്തരം ഒരു ദശാസന്ധിയിൽ ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമാണ് പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എടുത്തത്. ബാഫഖി തങ്ങളുടെ നിർബന്ധ തീരുമാനത്തെ പിന്നീട് സമസ്തയുടെ അഭ്യന്തരായ പണ്ഡിതന്മാർ ആ തീരുമാനമാക്കി കൊണ്ടുവരുന്നു. അതിനാദ്യം ബാഫഖി തങ്ങൾ അങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നു. MESന്റെ അത്തരത്തിലുള്ള ചില ശരീഅത്ത് ആശയപരമായിട്ടുള്ള ചില വൈകല്യങ്ങൾ ശരിയല്ലെന്ന് പറയാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക്. എന്നാലോ ബാഫഖി തങ്ങൾ അങ്ങനെ ഒരു ആദർശത്തിന്റെ പേരിൽ എല്ലാവരും ഓടിച്ചാടാണോ? അല്ല. MK ഹാജിയുടെ തിരുവങ്ങാടി എത്തിങ്ങാനയുടെ തർക്കലിട്ടാണ് ബാഫഖി തങ്ങളെ. ബാഫഖി തങ്ങളുടെ പാണ്ഡികശാലയിൽ എല്ലാത്തരം ആദർശപരമായ വൈരുദ്ധ്യമുള്ളവർക്കും അങ്ങനെയുള്ള പ്രഗത്ഭരായ നേതാക്കൾ, പണ്ഡിതന്മാർ അവരെല്ലാം ഒരുമിച്ച് വന്നത് ബാഫഖി തങ്ങളുടെ വീട്ടിലാണ്. അവിടെ കിടന്നു, അവിടെ സൗകര്യം ചെയ്തു കൊടുത്തു. അതെല്ലാം ചെയ്തു കൊടുക്കുമ്പോഴും ബാഫഖി തങ്ങൾ ഈ സമുദായ മൈത്രിയുടെയും കൂടിയാണ്. സമൂഹ മൈത്രിയോടൊപ്പം തന്നെ സമുദായത്തിന്റെ ആഭ്യന്തരമായ മൈത്രിയുടെ കാര്യത്തിൽ ശക്തമായി മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നിന്നു. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന എല്ലാത്തരം വൈജാത്യങ്ങളെയും ബാഫഖി തങ്ങൾ ഒരുമിച്ച് നിർത്തി. ആദർശപരമായി സമസ്തയുടെ ആദർശങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഈ പറയപ്പെടുന്ന വൈജാത്യങ്ങളെല്ലാം കൂടി ചേർത്തു നിർത്തിയിട്ട് സമുദായ പുരോഗതി എന്ന് പറയുന്ന ഒരു വഴിയിൽ അവിടെ എല്ലാത്തരം വൈജാത്യങ്ങളെയും ചേർത്ത് പിടിക്കാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് സാധിച്ചു എന്ന് കൂടി നമുക്ക് പഠിക്കാനാവും. ഇങ്ങനെ എല്ലാം ജീവിച്ചവരാണ്. എന്നാലോ ആ സമയങ്ങളിലെ തിരക്കുകൾക്കിടയിലോ തിരക്കൊക്കെ ഉണ്ടായാലും ബാഫഖി തങ്ങൾ നിസ്കരിച്ചു. അതാണ് അവിടെ ഉമ്മനായ സാലിഹ് ഹുദവി സൂചിപ്പിച്ചത്. ബാഫഖി തങ്ങൾ നിസ്കരിച്ചു എന്നല്ല, നമ്മുടെ എല്ലാ നേതാക്കളും അങ്ങനെ നമസ്കരിച്ചു ജീവിച്ചവരാണ്. മഹാനായ ഖായിദ മില്ലത്തിനെ കുറിച്ച് പറയാറുണ്ട്. മഹാനായ ഖായിദ മില്ലത്ത് സൂഫിയായ ഒരു വലിയനെ പോലെ ജീവിച്ച ഖായിദ മില്ലത്ത് അദ്ദേഹത്തിന്റെ കുടുംബം പ്രതാപത്തിലായിരുന്ന ഒരു ഘട്ടത്തിൽ
ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗാന്ധിജി കായികമില്ലത്തിന്റെ മുമ്പിൽ ചെല്ലുന്നുണ്ട്. അന്ന് കായികമില്ലത്ത് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ കമ്പനി ഗാന്ധിജി കൊടുത്തത് ഒരു ബ്ലാങ്ക് ചെക്കായിരുന്നു. ആ ബ്ലാങ്ക് ചെക്കിൽ അന്ന് ഗാന്ധിജി 1 ലക്ഷം രൂപ എഴുതി. 1 ലക്ഷം രൂപ നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1920-കളിൽ 1 ലക്ഷം രൂപയാണ്. അത് ചേർത്ത് പിടിച്ചിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്റെ സുഹൃത്ത് ബിർള പോലും എന്നോട് ഈ കരുണ കാണിച്ചിട്ടില്ല. ആ കായികമില്ലത്തിന്റെ കുടുംബം അവസാനം തമിഴ്നാട് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രി പരിവാരങ്ങളും വന്ന് പ്രിയപ്പെട്ട കലൈഞ്ചർ വരുമ്പോ തലൈവരുടെ അടുക്കൽ പോയി അനുഗ്രഹം നേടാൻ വേണ്ടി വരുന്ന പ്രഗത്ഭനായ കരുണാനിധിയും അദ്ദേഹത്തിന്റെ മന്ത്രി പരിവാരങ്ങൾക്കും കസേര ഇട്ട് കൊടുക്കാൻ പോലും കഴിയാത്തൊരു കുടിലിൽ ജീവിച്ച മനുഷ്യന്റെ പേരാണ് മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണമെന്ന ഞാൻ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി കേരളത്തിൽ വന്ന സയ്യിദ് ഹാമിദ് സാഹിബിനെ ഇന്റർവ്യൂ ചെയ്തൊരിക്കൽ അദ്ദേഹം എന്നോട് അനുഭവം എന്ന നിലക്ക് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു: കേരളത്തെക്കുറിച്ച് എന്ത് തോന്നിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ ഞാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്നെ കണ്ണുനീരണിയിപ്പിച്ചു. മറ്റൊന്നുമല്ല, അത് സന്തോഷാശ്രുവാണ്. എന്തിനെന്നോ, അവിടെ കണ്ട കാഴ്ച ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കണ്ടില്ല. പുലരിവട്ട കാലത്ത് കുഞ്ഞുമക്കൾ മദ്രസാ പുസ്തകങ്ങളുമായി മദ്രസയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഞാൻ വിരുമ്പിപ്പോയി എന്നാണ് സയ്യിദ് ഹാമിദ് സാഹിബ്. ഹാമിദ് സാഹിബ് പറഞ്ഞു, ഞാനത് ഇന്ത്യയിലെ മറ്റൊരു പ്രദേശത്തും കണ്ടില്ല. സൂറത്തിൽ, അതായത് ഗുജറാത്തിലെ സൂറത്ത്, അദ്ദേഹം പറഞ്ഞു, ഗുജറാത്തിലെ സൂറത്തിൽ ഞാൻ അങ്ങനെ ഒരു കാഴ്ച കണ്ടതല്ലാതെ കേരളത്തിൽ കണ്ടതുപോലെ ഇങ്ങനെ വ്യവസ്ഥാപിതമായി പ്രഭാത സമയത്ത് തന്നെ മക്കൾ മദ്രസയിലേക്ക് പോകുന്ന കാഴ്ച എനിക്ക് എവിടെയും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, കേരളം പോലെയുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞ ഈ വിദ്യാഭ്യാസ പുരോഗതിയെ എങ്ങനെ പ്രിയപ്പെട്ട ഹാമിദ് സാഹിബ് കേരളത്തിന്റെ പുറത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ നടപ്പിലാക്കും? അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ചില ഉത്തരങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ. അതിലൊന്നിലായിരുന്നു, നിങ്ങൾക്ക് മതവിദ്യാഭ്യാസത്തിന് സംവിധാനം ഒരുക്കി തന്നു. ആ ഒരുക്കി തന്നതിന്റെ അമലക്കാരന്റെ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നവ്വറല്ലാഹു മർത്തദ. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കിടയിൽ പണ്ഡിതന്മാരുടെയും അതോടൊപ്പം നേതാക്കളുടെയും വല്ലാത്തൊരു ആഴമുള്ള ബന്ധമുണ്ടായി. അതിന് പ്രധാന കാരണം നിങ്ങളുടെ മഹല്ലത്തുകളാണ്. ആ മഹല്ലുകളിൽ ദർസ് സംവിധാനങ്ങൾ നിലനിന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, മഹാനായ കോയക്കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർത്തദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിനന്ദനായ പ്രസിഡന്റായിരുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദ് ഒരിക്കൽ അനുഭവം പറഞ്ഞത് ഓർക്കുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ പഠിക്കാൻ പോകാൻ കണ്ണിയത്ത് ഉസ്താദ് അവിടെ ചെല്ലുമ്പോൾ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, മോനെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുക്കൽ ഞാൻ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോ മഹാനായ കോയക്കുട്ടി ഉസ്താദിനോട് പറഞ്ഞു, ആ കൊച്ചു വിദ്യാർത്ഥിയോട് പറഞ്ഞു, മോനിവിടെ പഠിക്കാം, പക്ഷെ ഭക്ഷണം തരാൻ എനിക്കിവിടെ ഒരു മാർഗമില്ല. മഹാനായ കോയക്കുട്ടി ഉസ്താദ് തൊട്ടടുത്ത ഒരു കടയിൽ ചെന്ന് അവിടെ ബേക്കറി വിൽക്കുന്ന ആ കടയുടമയോട് ചോദിച്ചു, എനിക്ക് ഞാനിവിടെ നിന്ന് കുറച്ചു നേരം വിൽപ്പനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ആവശ്യമായ സഹായം ചെയ്യാം, ഒറ്റ കാര്യം, എന്തെങ്കിലും ഒന്ന് തരണം. അപ്പൊ ആ ബേക്കറി ഉടമ പറഞ്ഞു, ഇവിടെ വിറ്റ് കിട്ടുന്നതിന്റെ അവസാനം ഈ പൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ തന്നെയാണ് ഉസ്താദ് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ആ പൊട്ടും പൊടിയൊക്കെ തിന്ന് ചുട്ടടക്കാം, അല്ലാതെ വേറൊരു മാർഗമില്ല. അങ്ങനെ നിന്നും ആ മനുഷ്യ പിന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭ്യന്തരനായി അധ്യക്ഷനായി. ഞാൻ പറയാൻ കാരണം, ജീവിതത്തിന്റെ എല്ലാത്തരം പരാധീനതകളിൽ നിന്നും വന്ന ഒരാൾ സമസ്തയുടെ അഭ്യന്തരനായ അധ്യക്ഷനായി മാറുന്നത് ദർസ് പഠനത്തിന്റെ വല്ലാത്തൊരു മേന്മയായിരുന്നു എന്ന് പറയാനാണ്. അതായത് ഒരു കാലത്തെ പണ്ഡിതൻ ദാരിദ്ര്യത്തിന്റെ പിന്നെ വല്ലാത്ത പരാധീനതകളിൽ വന്ന് അവർ പിന്നെ സമൂഹ നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ സമൂഹത്തിലെ ഉമറാക്കളെയും ഉലമാക്കളെയും ഇങ്ങനെ ബന്ധിപ്പിക്കുന്ന ഒരു സേതുബന്ധനമായി ആ ദർസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സയ്യിദ് ഹാമിദ് സാഹിബ് എന്നോട് പറയാൻ. പിന്നെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഇസ്മായിൽ ഉണ്ടായിരുന്നു എന്നാണ്, മുഹമ്മദ് ഇസ്മായിൽ. ആ മുഹമ്മദ് ഇസ്മായിലിനെ നമ്മളിട്ട പേരാണ് ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നവ്വറല്ലാഹു മർഖദ. ആ ഖായിദെ മില്ലത്ത് ഉണ്ടാക്കി തന്ന ഒരു വലിപ്പം. ആ ഖായിദെ മില്ലത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷനാകുന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. 1972 മഹാനായ ഖായിദെ മില്ലത്ത് വഫാത്താകുന്നു. പിന്നെ ഒരു കൊല്ലം സത്യത്തിൽ മഹാനായ തങ്ങൾക്കുള്ളൂ. പക്ഷേ തങ്ങൾ CH-നെയാണ് ആദ്യം അതിന് നിർദ്ദേശിച്ചത്. പക്ഷേ CH-ഓ അല്ലെങ്കിൽ പ്രഗത്ഭരായ നേതാക്കളോ ആരുമായിരുന്നില്ല. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ തന്നെ ദേശീയ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായി, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ അധ്യക്ഷനായി. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ വലിയ പ്രവർത്തകൻ, വലിയ ആത്മാർത്ഥത, വലിയ ദീർഘവീക്ഷണം, വലിയ നേതൃപാഠവും എല്ലാം ഉണ്ടായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ ഈ ഉമ്മത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃരംഗത്ത് തിളങ്ങി നിന്നു ഒരു കൊല്ലക്കാലം. ആ
ആ സമയങ്ങളിലൊക്കെ ഞാൻ ഈ പറയാൻ കാരണം മഹാനായ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ ഒരു അനുഭവം പറയാനാണ് ഞാൻ വന്നത്. ഖായിദ മില്ലത്ത് ഡൽഹിയിലെ പാർലമെന്റ് തിരക്കുകൾക്കിടയിൽ ഒരിക്കൽ മലബാറിൽ നിന്ന് പോയ ഒരു പണ്ഡിതൻ അദ്ദേഹത്തോടൊപ്പം മഗ്രിബ് നമസ്കരിക്കാൻ ജമാഅത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ തിരിഞ്ഞിരുന്നിട്ട് ദ്വാരക്കുമ്പോൾ വിതുമ്പി കരഞ്ഞിട്ട് മഹാനായ ഖായിദ മില്ലത്ത് പറഞ്ഞു, ഇന്ന് ഇസ്മായിലിന്റെ പെരുന്നാളാണ്, മറ്റൊന്നുമല്ല, ഇന്ന് ജമാഅത്ത് നിസ്കരിക്കാൻ പറ്റിയെന്നാണ്. നമുക്ക് നിസ്കരിക്കാൻ പറ്റുമെന്ന് ആലോചിക്കണം. ഞാൻ ആ കാര്യം ഞാൻ എല്ലാവരോടും പറയുന്നു. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ വഴിയിൽ നമസ്കാരം തന്നെ പലപ്പോഴും അത്ര വലിയ കാര്യമായി എടുക്കാതിരിക്കുമ്പോൾ ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറയാണ്, ഇന്നെനിക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ പറ്റി എന്നതാണ് ഇന്ന് ഇസ്മായിലിന്റെ പെരുന്നാൾ എന്നാണ്. എന്നാൽ ബാഫക്കി തങ്ങൾ എന്തു തിരക്കുണ്ടെങ്കിലും നിസ്കരിച്ചു. നമസ്കാരം ഒരിക്കൽ പോലും ഖളാ ആയി എൻ്റെ ഓർമ്മയില്ല എന്ന് പറയാൻ കഴിഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിന്റെ പേര് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി നബറല്ലാഹു മർഖദ. വലിയ വലിയ പണ്ഡിതന്മാരുടെ മുമ്പിലും മഹാനായ തങ്ങൾ പറഞ്ഞു, സുബഹി ഖളാ ആയിട്ടില്ല, ഒരു നമസ്കാരവും എൻ്റെ ഓർമ്മകാലത്ത് ഖളാ ആയതായി ഓർമ്മ വച്ച കാലം മുതൽ എനിക്ക് ഖളാ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾക്ക് സാധിച്ചു. 1 മണിക്കൊക്കെ വന്ന് കിടക്കും, കൂടെയുള്ള ആളുകളൊക്കെ ഉറങ്ങുന്ന നേരക്ക് പതുക്കെ പോയി ഉറങ്ങിയത് തന്നെയും തഹജ്ജുദ് നമസ്കരിക്കാനാണെന്ന പോലെ അങ്ങനെ ഉറങ്ങിയിട്ട് ഒതുവൊക്കെ ചെയ്തിട്ട് തിരിച്ചു വന്ന് നമസ്കരിക്കുമ്പോൾ സുബഹി നമസ്കാരത്തിനെങ്ങാനും തങ്ങൾ നിന്നതായിരിക്കുമോ എന്ന് അങ്ങനെ ധരിച്ചു പോയിട്ട് പിന്നാലെ കൂടുമ്പോ, നിങ്ങൾ എന്താ നിസ്കരിക്കാൻ വന്നത്? സുബഹിയൊക്കെ ഒന്നും ആയിട്ടില്ല, 3 മണിയായിട്ടുള്ളൂ, ഞാൻ നിസ്കരിക്കുന്നു തഹജ്ജുദാണെന്ന് പറഞ്ഞ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത്ര വലിയൊരു ആത്മീയമായൊരു ജീവിതം. ആ രീതിയിൽ തങ്ങൾക്ക് ഔറാദുകൾ ഉണ്ടായിരുന്നു, അദ്ദാദുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ തങ്ങളുടെ വല്ലാത്തൊരു അത്ഭുതമാണ്. ആ അർത്ഥത്തിൽ എല്ലാ നിറവായി നിൽക്കുന്ന ഒരു ആത്മീയ ജീവിതത്തിന്റെയും പേരാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തന്നെ. 22 ഹജ്ജ്, നിങ്ങൾ ആലോചിച്ച് നോക്കി, 22 ഹജ്ജ്. 22ാമത്തെ ഹജ്ജിന് പോകുമ്പോൾ തന്റെ ഈ ഉമ്മത്തിന്റെ പ്രഗത്ഭരായ നേതാക്കളെ മുഴുവൻ അഭിസംബോധന ചെയ്തിട്ട് ഒരു ഹജ്ജത്തുൽ വദാഇലെ മുഹമ്മദ് മുസ്തഫയുടെ ഖുത്ബത്തുൽ വദാ പോലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രിയപ്പെട്ട പിതാവിന്റെ ആ പരിശുദ്ധ സൂനം കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭരായ നേതാക്കളോട് പറഞ്ഞു, ഞാൻ പോകാണ്, ഈ ഉമ്മത്ത് ഐക്യത്തോടെ നിലനിൽക്കണം. ഐക്യം എന്ന് അപ്പോഴും പറയുന്ന നേതാവാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. ഛിദ്രതയുടെ ചില കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ടോ എന്ന് അങ്ങനെ ചിന്തിക്കുന്ന ഒരു സമയമൊന്നും ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പോടില്ല. ആ ഛിദ്രതയുടെ കാർമേഘത്തിന്റെ മുമ്പിലും ഐക്യം എന്ന് പറയുകയായിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തന്നെ. 22 ഹജ്ജ്. ഒരു ഹജ്ജിന് പോകുന്ന സമയത്ത് അനുഭവസ്ഥരൊക്കെ പറയുന്നുണ്ട്, വിമാനത്തിൽ എഞ്ചിൻ തകരാറ് വന്നു, ആളുകളൊക്കെ വല്ലാതെ ഭീതിയോടുകൂടി നിന്നു. പക്ഷെ തങ്ങളിങ്ങനെ ആ സമയത്തും സമചിത്തതയോടെ നിന്നു. ആ മനുഷ്യനൊന്നും ഇടകിയില്ല. അവസാനം ആ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്ത് അവിടെ പിന്നീട് ഇനി ജിദ്ദയിലേക്ക് ഒരു വിമാനം കിട്ടൂല എന്ന് വന്നപ്പോ ഇസ്തംബൂളിൽ നിന്ന് മഹാനായ തങ്ങൾ കരഞ്ഞു. അപ്പോഴാണ് തങ്ങൾ കരഞ്ഞത്, നാളെ അറഫയിൽ കൂടാൻ എനിക്ക് പറ്റാതെ പോകുമോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ഹജ്ജ് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചതല്ലാതെ മരണം തൊട്ട് മുമ്പിലാണെന്നതിന്റെ പേരിൽ പേടിച്ചില്ല സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. ആ 22ാമത്തെ ഹജ്ജ് 1973 ജനുവരി 19 നമ്മളിവിടെ സൂചിപ്പിച്ച പോലെ മറക്കാനാവാത്ത ദിനമാണ്. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ വല്യമ്മ പറയാറുണ്ട്, ഞാൻ അന്ന് ജനിച്ചിട്ടില്ല, 74ലാണ് എൻ്റെ ജന്മം. 73 അന്നത്തെ ചന്ദ്രിക ഇങ്ങനെ വായിച്ചിട്ട് അതുപോലെ ബോധരഹിതനായി വീണ ഒരു വാപ്പയുടെ മോനാണ് ഞാൻ. പ്രിയപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ വഫാത്തായി എന്ന വാർത്ത, ചന്ദ്രിക അന്ന് വാപ്പാതിൻ്റെ ഒരു ഏജന്റ് കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ ആ വാർത്തക്ക് അങ്ങനെ വല്യമ്മ എപ്പോഴും പറയാറുണ്ട്, ബാഫഖി തങ്ങൾ മരിച്ചു എന്നുള്ള വാർത്ത ഇങ്ങനെ വായിക്കുന്നതും അങ്ങനെ ബോധരഹിതനായി വീഴുന്നു. അങ്ങനെ അത് CH മുഹമ്മദ് സാഹിബ് മരിക്കുമ്പോൾ, അന്ന് CH മരിക്കുമ്പോൾ ഞാനൊരു LP സ്കൂൾ വിദ്യാർത്ഥിയാണ്. ആ സമയത്തും വീട്ടിലൊരു ശ്മശാന മൂകത കണ്ടപ്പോഴാണ് പിന്നെ ഏകദേശം ഒരു കൊല്ലം കഴിയുമ്പോൾ പ്രിയപ്പെട്ട MC-യുടെ CH മുഹമ്മദ് സാഹിബ് രാഷ്ട്രീയ ജീവചരിത്രം, ഞാനതിങ്ങനെ ഓരോ പേജും വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം, അമ്മാതിരി വായിച്ചിട്ടുണ്ട്. അത്ര ഓർമ്മയോടെ, മറ്റൊന്നും കൊണ്ടല്ല, അന്നത്തെ ആ ബാലന് അത് കിട്ടാൻ കാരണം ആ കുടുംബത്തിന്റെ ശ്മശാന മൂകതയാണ്. CH-നെ അതുപോലെ തന്നെ ബാഫഖി തങ്ങളെ ഒടുക്കം എൻ്റെ പിതാവ് ഈ കഴിഞ്ഞ 2 വർഷം മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് ക്യാൻസർ മാരകമായ കരളർബുദം തെളിയിക്കപ്പെടുമ്പോൾ ഇനി 3 മാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പിതാവ് എന്നോട് ആവശ്യപ്പെട്ട ഒറ്റ മോഹതയായിരുന്നു, പാണക്കാട്ടൊന്ന് പോകണം, തങ്ങന്മാരെ കൊണ്ടു കാണും. എല്ലാവരെയും കണ്ടു. അന്ന് ആറ്റപ്പവും സത്യത്തിൽ അവശനാണ്. അന്ന് ആറ്റപ്പൂ എന്നോട് പറഞ്ഞു,
9 മണിയോടെ ലൈറ്റ് ഓഫ് ചെയ്യും, പക്ഷേ വന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയെ കൊണ്ടുപോയി അന്ന് മന്ത്രിച്ച് വെള്ളം കൊടുത്ത് തിരിച്ചു പോന്നു. എല്ലാം കഴിഞ്ഞൊരു 1 മാസം 1.5 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഈ അഫ്സനെ ഞാൻ എൻ്റെ കുടുംബക്കാരെയൊക്കെ കാണിക്കാൻ ഒരിക്കൽ കാറിലെത്തി കൊണ്ടുപോകുമ്പോഴേക്കും അപ്പൊ പറയുമായിരുന്നു, ഒരനക്കുണ്ടായാൽ ഒരു കത്തി കറ്റുന്നത് പോലെ വേദനയാട്ടോ. പക്ഷെ എന്നിട്ടും തിരിച്ചു മടങ്ങുമ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ഒന്നുകൂടി പാണക്കാട്ട് പോകാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി പോകാൻ എങ്ങനെയാ സാധിക്കുക? അപ്പോൾ എൻ്റെ നേരെ ഒന്ന് ചിരിച്ചു. ഞാൻ ആ ചിരി കഴിഞ്ഞപ്പോൾ മഹാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാ പറയുന്നത്, എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു, ഇല്ല, ഞാൻ വരാമെന്ന് പറയുന്ന ഒരു ഭംഗി വാക്ക് പോലെയാണ് എനിക്ക് അപ്പം തോന്നിയത്, സത്യം. പക്ഷേ എൻ്റെ പിറ്റേ ദിവസത്തെ 7 മണി പ്രഭാത സമയത്ത് എൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ മഹാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുണ്ട്. സങ്കട പെരുമഴകൾക്ക് മുമ്പിൽ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കാൻ ഒരു കുടുംബം ഇപ്പോഴും തങ്ങളുടെ തറവാട്ട് മുറ്റത്തെ ഗേറ്റ് തുറന്ന് കാത്തിരിക്കുന്നുണ്ട് എന്നത് ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താണ് കൂട്ടരെ? എന്താണ് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഹൃതങ്ങളെ നമുക്കെങ്ങനെ തള്ളിപ്പറയാൻ കഴിയും? പശ്ചിമ ബംഗാളിൽ മഹാനായ അറ്റപ്പൂവിനോടൊപ്പം ബീംപൂരിലെ പ്രിയപ്പെട്ട ഹുദവിയുടെ, ഞങ്ങളുടെയൊക്കെ അഭിമാനമായി നിൽക്കുന്ന ദാറുൽഹുദയുടെ, ആ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസിൻ്റെ തറക്കല്ലിടാൻ പോയി. ആ തറക്കല്ലിടൽ പരിപാടികൾ നടക്കുമ്പോൾ അന്നത്തെ ആ യാത്രയിൽ, ഭീംപൂരിലേക്കുള്ള യാത്രയുടെ ഒരു പ്രത്യേകത, ട്രെയിൻ കഴിഞ്ഞ് പിന്നീട് കുറച്ച് ദൂരം ഞങ്ങളിങ്ങനെ ജീപ്പിൽ പോകാൻ മഹാനായ ചർശ്ശേരി ഉസ്താദ് ഒരു പൂനിലാവ് പോലെ പൊഴിക്കുന്ന പുഞ്ചിരിയുമായി, ഞാൻ ഇങ്ങനെ പലപ്പോഴും എൻ്റെ വല്യമ്മമാരെ കാണുന്ന പോലെയാണ് ചർശ്ശേരി ഉസ്താദിനെ കണ്ടിരുന്നത്. എന്തൊരു സുഹൃതമാണ് നമ്മളൊക്കെ അനുഭവിച്ചത്, എന്തൊരു ധന്യതയാണ് നമ്മുടെയൊക്കെ ജീവിതം നമുക്ക് തന്നത്. ആ വലിയ മനുഷ്യൻ്റെ ഒപ്പം, മഹാനായ അറ്റപ്പൂവിനോടൊപ്പം, മഹാനായ ഉസ്താദ് ബഹാവുദ്ദീൻ മുസ്ലിയാരോടൊപ്പം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ ആ യാത്ര ഒരു കിണറ്റിൽ നിന്ന് മറ്റൊരു കിണറ്റിലേക്ക് ഇങ്ങനെ അറിയാതെ ചാടിപ്പോകുന്ന പോലെയുള്ള യാത്രയാണ്. ആ യാത്രയൊക്കെ കഴിഞ്ഞ് ആ ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിലെ പെട്ടെന്ന് ആരുമില്ലാതെ വിജനമായിരിക്കുമോ എന്ന് തോന്നിപ്പോയൊരു സമയത്ത് അവിടെയുള്ള പരിചയക്കാരായ ആളുകൾ പറഞ്ഞു, 4 മണി ആവട്ടെ, കാണിച്ചു തരാം ആളുകളെ എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൻ്റെ ഒരു ചുറ്റുമതിൽ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ട് മെഴുകിയ ഒരു മതിൽ. ആ മതിലിനുള്ളിൽ കുറേ കൂടാരങ്ങൾ പോലെയുള്ള കൊച്ചു കുടിലുകൾ. ആ കുടിലുകൾ ഒന്നാകെ ഒഴുകി വരുന്നൊരു സമയം. ആ സമയത്ത് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അള്ളാഹു മഗ്ഫിറത്തിൻ്റെയും റഹ്മത്തിൻ്റെയും സ്വർഗീയ തണൽ കൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനായ തങ്ങൾ തറക്കല്ലിടാൻ പോകുമ്പോൾ അവിടെ നിന്നൊരു ബംഗാളി സുഹൃത്ത് ഞങ്ങളുടെ അനുഭവം പറഞ്ഞു, ഞങ്ങൾക്കും തങ്ങന്മാരൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ തങ്ങന്മാരെ പോലെ ജീവിച്ച തങ്ങന്മാരില്ല. നിങ്ങളുടെ തങ്ങന്മാർ ഹൃദയ കവാടങ്ങൾ തുറന്നിട്ടതുപോലെ സ്വന്തം ജീവിതം നിങ്ങൾക്കായി സമർപ്പിച്ചവരാണ്. ആ സമർപ്പണത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കിത്തങ്ങൾ. ബാഫക്കിത്തങ്ങളില്ലായിരുന്നുവെങ്കിൽ, ഉപ്പോയത്തങ്ങളില്ലായിരുന്നുവെങ്കിൽ, ഒരു സീച്ചില്ലായിരുന്നുവെങ്കിൽ, ഞാൻ പറയുന്നു, ഈ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ അഭിമാനകരമായ ഒരു തലത്തിലേക്ക് നമ്മെ എത്തിക്കാൻ ഈ ദീർഘദർശനങ്ങളില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ അങ്ങനെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കും. ഇന്നിപ്പോ ഞങ്ങൾ ഈ ബീഹാറിൽ കിഷൻഗഞ്ചിൽ പോയി കഴിഞ്ഞ 1 മാസം മുമ്പ് പ്രിയപ്പെട്ട ഡോക്ടർ സുബൈർ ഹുദവിയുടെ അദ്ദേഹം അവിടെ ഒരു വലിയ മനോഹരമായ ഒരു സൗധം ഉണ്ടാക്കി. ആ സൗധം അൽ-ഖുർത്തുബയാണ്. പണ്ടൊരു അൽ-ഖുർത്തുബ ഉണ്ടാക്കി സ്പെയിനിൽ. അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരു ജനത ഈ പരിശുദ്ധ ദർശനവുമായി മുന്നോട്ട് പോയിട്ട് യൂറോപ്പിന്റെ കവാടത്തിൽ ചെന്ന് അവർ ആലോചിച്ചത് ഒരു യുദ്ധക്കളം പണിയാനില്ല. അവിടെ അവർ ചെയ്തത് അൽ-ഖുർത്തുബ. ഇന്ത്യയുടെ പ്രഗത്ഭനായ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട്, യൂറോപ്പ് വാസ് ബാക്ക്വേർഡ് ഇൻ ആർട്സ്, സയൻസ്, ലേണിംഗ് ആൻഡ് ഓൾ എമിനിറ്റീസ് ഓഫ് ലൈഫ്. യൂറോപ്പ് വളരെ പിന്നിലായിരുന്നു. അവർ കലയിൽ, സാഹിത്യത്തിൽ, വിജ്ഞാന കൗതുകത്തിൽ, അങ്ങനെ അന്വേഷണത്തിന്റെ എല്ലാ വഴിയിലും, അങ്ങനെ ഓൾ എമിനിറ്റീസ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ എല്ലാ തുറയിലും പിന്നിലായിരുന്നു അവർ. അപ്പോ അതിനെല്ലാത്തിനും മുമ്പിൽ വന്നു നിന്ന ഒരു ഉത്തരമുണ്ടായിരുന്നു. ദ അറബ് സ്പെയിൻ, എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കർഡോവ, കെപ്റ്റ് ദ ലാമ്പ് ഓഫ് ലേണിംഗ്. അറബ് സ്പെയിൻ, സ്പെയിനിലെ അറബ് സമൂഹം, എസ്പെഷ്യലി ദ യൂണിവേഴ്സിറ്റി ഓഫ് കർഡോവ, കർഡോവ എന്ന് പറയുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റിയുടെ വിധാതാക്കൾ കെപ്റ്റ് ദ ലാമ്പ് ഓഫ് ലേണിംഗ്, വിജ്ഞാനത്തിന്റെ ദീപശിഖയുമായി യൂറോപ്പിന്റെ അജ്ഞാനാന്ധകാരത്തിന്റെ ഇരുട്ടുമാറ്റാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത് നാം ചരിത്രത്തിൽ വായിക്കുന്നു. യൂറോപ്പ് വല്ലാതെ പിന്നിൽ നിന്നിരുന്ന കാലം.
Muslim Spain wrote one of the greatest chapters in the intellectual history of medieval Europe. മധ്യകാല യൂറോപ്പിന്റെ ദൈക്ഷണിക ചരിത്രത്തിന് അത്ഭുതകരമായിട്ടുള്ള സുവർണാഭമായ ഏടുകൾ എഴുതി കൊടുത്തത് മുസ്ലിം സ്പെയിൻ ആയിരുന്നു എന്ന് PK ഹിറ്റിയെ പോലെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോൾ, അതേപോലെ ഒരു കെരഡോവ അങ്ങ് ബീഹാറിൽ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ദാറുൽ ഹുദയുടെ മക്കൾ, ഇവിടെ നിന്ന് സമസ്തയുടെ സുന്നി മഹൽ ഫെഡറേഷന്റെ മഹാനായ ബാഫക്കി തങ്ങൾ തിരികൊളുത്തി ഉണ്ടാക്കിയ മദ്രസ പ്രസ്ഥാനത്തിന്റെയും അതിനുശേഷം ഉണ്ടായിത്തീർന്ന വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെയും അനന്തരാവകാശികൾ അവിടെ ചെല്ലുമ്പോ അവിടെ നമ്മൾ കാണുന്നത് ആ പാടത്ത് തീർന്നു പോകുന്ന കുറെ ബാല്യങ്ങളാണ്. ആ ബാല്യങ്ങളെ കൊണ്ടുവന്ന് പഠിപ്പിച്ചിട്ട് 8 വർഷമൊക്കെ കഴിഞ്ഞ ആ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു, ഡു നോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ? അവർ കണ്ണു നിറഞ്ഞു പറഞ്ഞു, വി നോ. ഡു നോ സയ്യിദ് PMSA പുക്കോയ തങ്ങൾ? അവർ കണ്ണു നിറച്ച് പറഞ്ഞു, ഞങ്ങളറിയും. നിങ്ങളറിയോ സമസ്തയെ? അവർ പറഞ്ഞു ഞങ്ങളറിയും. നിങ്ങളറിയോ മുസ്ലിം ലീഗിനെ? അവർ പറഞ്ഞു അറിയും. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ സ്വപ്നമുള്ളത്? പല കുട്ടികൾ പല മറുപടി പറഞ്ഞപ്പോൾ ഞാനൊരു കുട്ടിയെ ശ്രദ്ധിച്ചു, പക്ഷെ എനിക്ക് അവരിവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചില്ല. ഞാൻ ഒന്നും കൂടി കെട്ടിപ്പുണരുമായിരുന്നു. കാരണം ആ കുട്ടി നിറഞ്ഞ കവിൾത്തടങ്ങളിൽ അവന്റെ കണ്ണുനീര് സാക്ഷിയാക്കി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. നിങ്ങൾ കേരളത്തിൽ ബാഫക്കി തങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന വിപ്ലവത്തിന് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതു ചെയ്യലാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന ചെറിയ ബാലൻ പറയുമ്പോൾ, ഈ ബാഫക്കി തങ്ങൾ കേരളത്തിന്റെ പുറത്ത്, സഹ്യനപ്പുറത്ത്, ഇന്ത്യയുടെ ഗ്രാമഹൃദയങ്ങളിൽ പോലും സ്ഥിരപ്രതിഷ്ഠ നേടുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ബാഫക്കി തങ്ങൾ എന്ന വലിയ മനുഷ്യന്റെ ജീവിതത്തെ, ആ ദീർഘദർശനത്തെ, ആ രാഷ്ട്രശില്പിയെ, ആ വിദ്യാഭ്യാസ വിചക്ഷണനെ, ആ മതാദർശവാദിയെ, ആ ആത്മപുരുഷനെ നമ്മൾ ഇങ്ങനെയൊക്കെ അറിയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാനുഭാവനോടൊപ്പം പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് തന്റെ ജീവിതത്തിന്റെ സേവനങ്ങൾ അത്രയും ശരിയായിരുന്നു എന്ന് സ്വയം സർട്ടിഫൈ ചെയ്ത പോലെ കിടക്കുമ്പോൾ ആ മഹാപുരുഷന്റെ ജീവിതത്തോട് ചേർന്ന് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.